Good afternoon, all. Good afternoon. Good afternoon, ma'am. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ? Clear ആണ് ma'am. Clear, ma'am. Good afternoon, ma'am. നമ്മ പോളിസി വരെയല്ലേ എടുത്തത് കഴിഞ്ഞ ദിവസം? ഡിസ്ചാർജ് പ്രോസസ് പോളിസി വരെ പറഞ്ഞു അല്ലേ? അവിടെ വരെയല്ലേ മിസ് നിർത്തിയേ? ഓക്കെ, നെക്സ്റ്റ് ഡിസ്ചാർജ് പ്രോസസ് ഫ്ലോ ചാർട്ട്. ഡിസ്ചാർജ് പ്രോസസ്സിന്റെ ഫ്ലോ ചാർട്ട് എങ്ങനെയാണ്, ഇവിടെ മുതൽ എങ്ങനെയാണ് നടക്കുന്നത്? ഒരു പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്ത് ആളവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ലിവ് ചെയ്ത് പോകുന്ന ലെഫ്റ്റായി പോകുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്? ഫസ്റ്റ് എങ്ങനെയാണ് ഡിസ്ചാർജ് എടുക്കുന്നത്? ആരും നമ്മളെ പേഷ്യൻസിനെ ഡിസ്ചാർജ് ആയി എന്ന് അറിയുന്നത് എപ്പോഴാണ്? ഡോക്ടർ അല്ലെ, അവരെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ പറയുമ്പോ ഡോക്ടർ പറയുമ്പോ അല്ലെ, എന്താണ് റൗണ്ട്സിനൊക്കെ വരുമ്പോ ഡോക്ടർ പേഷ്യൻസിന് ചെക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പറയല്ലേ ഇന്ന് ഡിസ്ചാർജ് ചെയ്യാം അല്ലെ. അതിനുശേഷം എന്തായിരിക്കും, എന്ത് പ്രോസസ് ആയിരിക്കും നടക്കുന്നത്? പേഷ്യൻസിന് എന്താണ് ഡോക്ടർ റിട്ടേൺ ആയിട്ടുള്ള ഓർഡർ എഴുതും, അവര് മെഡിക്കൽ റെക്കോർഡ് എഴുതും അല്ലെ, ഡിസ്ചാർജ് ആണ്. നെക്സ്റ്റ് എന്ത് സ്റ്റെപ്പ് ആയിരിക്കും നടക്കുന്നത്? ആലോചിച്ചൊന്ന് പറഞ്ഞേ. ഇൻഫോമിങ് ബില്ലിങ്ങിന് വേണ്ടി എന്ത് ചെയ്യണം? എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്ക് അറിയിക്കണ്ടേ? ഈ പേഷ്യൻസിന് ചിലപ്പോ ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടാവും അല്ലെ. എല്ലാ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരിക്കാം. നഴ്സുകളുടെ സേവനം ലഭിച്ചിട്ടുണ്ടാവുമല്ലോ. നഴ്സ് സർവീസുകൾ, അതിന് നമ്മുടെ പേയ്മെന്റ് ഈടാക്കുന്നില്ലേ? പിന്നെ എന്താണ്, സ്കാനിങ്ങുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ, സ്കാനിങ് സെക്ഷനിലേക്ക് വിവരം അറിയിക്കണം, ഫാർമസിയിലേക്ക് വിവരം അറിയിക്കണം അല്ലെ. അപ്പൊ എന്താണ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്? പേഷ്യൻസിന്റെ വിവരങ്ങൾ, പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്തെത്തുന്നു എന്നുള്ള ഇൻഫർമേഷൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും അറിയിക്കുന്നു. അതിനുശേഷം എന്തായിരിക്കും നടക്കുന്നത്? പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് അവർ ഒരുപാട് മെഡിസിൻ മേടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ഫാർമസിയിൽ നിന്ന് മെഡിസിൻ മേടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അവരെ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? അവർക്ക് പുതിയ മെഡിസിൻ ആയിരിക്കും അല്ലെ ഹോസ്പിറ്റലിൽ ഡോക്ടർ എഴുതി കൊടുക്കുന്നത്. അപ്പൊ എന്താ, ഇവരെ കയ്യില് ബാലൻസ് ഉള്ള മെഡിസിൻ എവിടെ കൊണ്ടുപോയി കൊടുക്കും? ഇവര് റിട്ടേൺ ചെയ്യും അല്ലെ, ഫാർമസിയിൽ കൊണ്ടുപോയി കൊടുക്കും. നെക്സ്റ്റ് എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ അറിയിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യണം? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എന്താ ചെയ്യേണ്ടേ? മെഡിസിൻ ബില്ലുകള് പ്രിപ്പയർ ചെയ്യണം അല്ലെ, തയ്യാറാക്കണം. ഓരോ ടെസ്റ്റിനും ഇന്ന ഫീ ആണ് അല്ലെ. ബില്ലുകള് പ്രിപ്പയർ ചെയ്യും, അതെന്ത് ചെയ്യണം? ബില്ലിംഗ് സെക്ഷനിലേക്ക് അയച്ചു കൊടുക്കണ്ടേ, പ്രോസസ് ചെയ്യണ്ടേ, സെൻഡ് ചെയ്യണം അല്ലെ. നെക്സ്റ്റ് എന്തായിരിക്കും? പേഷ്യൻസിനോട് ചോദിക്കണം അല്ലെ, ബില്ല് പേയ്മെന്റ് എങ്ങനെയാണ്? ക്യാഷ് പേയ്മെന്റ് ആണോ, ഇൻഷുറൻസ് ആണോ അല്ലെ. അങ്ങനെ ഉറപ്പുവരുത്തുക, അത് ചെക്ക് ചെയ്യുക. എന്നിട്ട് എന്താണ്, ഇപ്പൊ പേഷ്യൻസ് പറയാണ് ഇൻഷുറൻസ് ആണ്, ഇന്ന ഇൻഷുറൻസ് ആണ് എന്ന് പറയുമ്പോ എന്ത് ചെയ്യും? അവര് വെരിഫൈ ചെയ്യൂ അല്ലെ. ഇൻഷുറൻസ് ആണെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനിക്കാരുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യും? അവര് പരിശോധിച്ചുറപ്പ് വരുത്തും അല്ലെ. ഇത്ര രൂപ ഇൻഷുറൻസ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റോ അല്ലെ. ആണോ? മെഡിസിൻ പോലെയുള്ള ഇൻഷുറൻസുകൾ ഓരോരുത്തരും ഓരോ ഇൻഷുറൻസ് ആണല്ലോ അല്ലെ. മിസ്സാക്കി തരാം, മിസ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് തരാം കേട്ടോ.
അങ്ങനെ എന്താണ് ബില്ലിംഗ് സെക്ഷനിൽ നിന്ന് അവര് വിളിച്ചുറപ്പാക്കുകയാണ് എന്താണ് ഇൻഷുറൻസ് ആണ്. അപ്പൊ ഇന്ന പേഷ്യൻസ് ആണ്, ഇന്ന അഡ്രസ് ആണ്, ഇത്ര രൂപ ഹോസ്പിറ്റൽ ബിൽ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് അത് പേയ്മെന്റ് ചെയ്യാൻ പറ്റുമോ അല്ലെ, ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങള് ഉറപ്പുവരുത്തും. അതിനുശേഷം എന്ത് ചെയ്യാം, അപ്രൂവൽ കിട്ടണം സെറ്റിൽമെന്റ്. അതിനുശേഷം എന്ത് ചെയ്യും, അവർ ഓക്കെ പറഞ്ഞു, ഇൻഷുറൻസ് കമ്പനിക്കാർ പറഞ്ഞു ഓക്കെ ബില്ല് സെറ്റിൽ ചെയ്യാം. അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പേഷ്യൻസ് ക്യാഷ് പേയ്മെന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യാ, ബില്ലുകളൊക്കെ കിട്ടി. അതിനുശേഷം എന്ത് ചെയ്യും, പേഷ്യൻസിനെ അറിയിക്കണം അല്ലേ, ബില്ല് ആയിട്ടുണ്ട് വന്ന് സെറ്റിൽ ചെയ്തോളാൻ അറിയിക്കണ്ടേ. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, വാർഡിലേക്ക് അതല്ലെങ്കിൽ റൂമിലേക്ക്, അവിടെ എവിടെയാണ് അഡ്മിറ്റ് ആക്കുന്നതിലേക്ക്, അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത് അവിടേക്ക് ഇൻഫോം ചെയ്യുക. നമ്മുടെ അടുത്ത് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന അതിനു മുമ്പ് പറഞ്ഞു തരാറില്ലേ, നേഴ്സ് വന്ന് പറയൂ അല്ലെ, ബില്ലായിട്ടുണ്ട് സെറ്റിൽ ചെയ്തോളൂ എന്ന് വന്ന് പറയാറില്ലേ. എന്ത് ചെയ്യാം, വാർഡിലേക്ക് ഇൻഫോം ചെയ്യുന്നു പേഷ്യൻസിനെ അറിയിക്കുന്നതിന് വേണ്ടി. അതിനുശേഷം എന്ത് ചെയ്യുന്നേ, സെറ്റിൽമെന്റ് ഓഫ് ബില്ല് അല്ലെ, ബില്ല് സെറ്റിൽ ചെയ്യുന്നു, ബില്ല് അടക്കുന്നു. പിന്നെ എന്തായിരിക്കും, ബില്ല് അടച്ചു കഴിഞ്ഞു, പിന്നെ എന്തായിരിക്കും, മെഡിക്കേഷൻ വാങ്ങണം അല്ലെ. ഡിസ്ചാർജ് സമയത്ത് പേഷ്യൻസിന് എഴുതി കൊടുത്തിരിക്കുന്ന മെഡിസിൻ വാങ്ങണം. അപ്പൊ എന്താണ്, കളക്ടിങ് ഡിസ്ചാർജ് മെഡിക്കേഷൻ, പേഷ്യൻസിന് ഡിസ്ചാർജ് സമയത്ത് എഴുതി കൊടുത്തിരിക്കുന്ന മെഡിസിനുകൾ അവര് കളക്ട് ചെയ്യുന്നു, വാങ്ങുന്നു. അതിനുശേഷം എന്തായിരിക്കും, മെഡിസിൻ കൊടുക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, മെഡിസിൻ എങ്ങനെയാണ് കഴിക്കേണ്ടത് അല്ലെ, എക്സ്പ്ലനേഷൻ കൊടുക്കും അല്ലെ. എത്ര സമയം ഏതൊക്കെ സമയത്ത് കഴിക്കണം അല്ലെ, ഏത് മെഡിസിൻ ആണ് കഴിക്കേണ്ടത് എന്നുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കും. പിന്നെ എന്തും കൊടുക്കും, ഡിസ്ചാർജ് സമ്മറി അല്ലെ. അതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞു, ഓരോ പേഷ്യൻസിനും അവിടെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഡിസ്ചാർജ് സമ്മറി കൊടുക്കുന്നു. അപ്പൊ ഡിസ്ചാർജ് സമ്മറി കൊടുക്കും. നെക്സ്റ്റ്, ചില പേഷ്യൻസിന് അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമായിട്ട് വരും അല്ലെ, ആംബുലൻസോ അങ്ങനെ എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമായിട്ട് വരുമല്ലോ. അപ്പൊ അതല്ലെങ്കിൽ വാർഡിൽ നിന്ന് അല്ലെങ്കിൽ റൂമിൽ നിന്ന് അവര് താഴെ എൻട്രൻസിലേക്ക് എത്തിക്കണമെങ്കിൽ അവർക്ക് ചിലപ്പോൾ എന്ത് വരും, വീൽ ചെയേഴ്സോ ട്രോളികളോ ആവശ്യമായിട്ട് വരില്ലേ. അപ്പൊ എന്താണ്, അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഡോക്യുമെന്റേഷൻ ഓഫ് എന്താണ്, ഡിസ്ചാർജിന്റെ ഡോക്യുമെന്റേഷൻ രേഖകള് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് രേഖപ്പെടുത്തണം അല്ലെ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് രേഖപ്പെടുത്തണ്ടേ, ഇന്ന പേഷ്യൻസിന് അല്ലെ അവര് ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് ഇന്ന ഡേറ്റിന് അവരിവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഡിസ്ചാർജ്, പിന്നെ അതിനുശേഷം എന്ത് ചെയ്യണം, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവരെ റിമൂവ് ചെയ്യണം അല്ലെ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ അവര് ഏത് സെക്ഷനിലേക്കായിരിക്കും അവര് വിവരങ്ങൾ കയറ്റുന്നത്, IPD-യിലേക്ക് അല്ലെ, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലേ. അപ്പൊ IPD-യിൽ നിന്ന് അവരുടെ വിവരങ്ങൾ റിമൂവ് ചെയ്യുന്നു. ക്ലിയർ ആയോ മിസ്? ഇനി മിസ് ഫ്ലോ ചാർട്ട് പറയാം, നോക്കിയേ. റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ, ഡോക്ടർ റിട്ടേൺ ആയിട്ട് അവരുടെ മെഡിക്കൽ റെക്കോർഡിൽ റിട്ടേൺ ആയിട്ട് ഡിസ്ചാർജ് എഴുതി കൊടുക്കുന്നു. നെക്സ്റ്റ്, ഇൻഫോമിംഗ് അതർ ഡിപ്പാർട്ട്മെന്റ്, അതിനുശേഷം എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും വാർഡ് നഴ്സോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോ ഇൻഫോം ചെയ്യുന്നു, വിവരം അറിയിക്കുന്നു. നെക്സ്റ്റ് എന്താണ്, റിട്ടേണിംഗ് ഓഫ് പേഷ്യന്റ് മെഡിക്കേഷൻസ് എന്ന പേഷ്യന്റെ കയ്യിൽ ബാലൻസ് ഉള്ള മെഡിസിനുകൾ എന്ത് ചെയ്യുന്നു, അവര് ഫാർമസിയിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. നെക്സ്റ്റ്, പ്രിപ്പറേഷൻ ആൻഡ് പ്രോസസിംഗ് ഓഫ് ബിൽസ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ആദ്യം വിവരം അറിയിച്ചതിനെ തുടർന്ന് അവരെന്ത് ചെയ്യുന്നു, ബില്ലുകൾ തയ്യാറാക്കുകയും അത് ബില്ലിംഗ് സെക്ഷനിലേക്ക് പ്രോസസ് ചെയ്യുക, അയക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്, അതിനുശേഷം അവർ കൺഫേം ചെയ്യാണ്, ചെക്ക് മോഡ് ഓഫ് പേയ്മെന്റ്, പേയ്മെന്റ് എങ്ങനെയാണ്, ക്യാഷ് ആണോ ഇൻഷുറൻസ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു, ചെക്ക് ചെയ്യുന്നു. നെക്സ്റ്റ്, വെരിഫിക്കേഷൻ വിത്ത് റെസ്പെക്റ്റീവ് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് ഇഫ് എനി, എന്താണ്, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ദാതാക്കളുമായി പരിശോധിച്ച് അവർ ഉറപ്പുവരുത്തുന്നു അല്ലെ. ബില്ല് സെറ്റിൽമെന്റ് കാര്യങ്ങളൊക്കെ അവര്
കൺഫേം ചെയ്യുന്നു. അതിനുശേഷം എന്താണ്? ഇൻഫോം വാട്ട്സ് ടു പേ ദ ബിൽ ബൈ പേഷ്യന്റ്. പേഷ്യന്റിനോട് ബില്ല് വന്ന് പേയ്മെന്റ് ചെയ്തോ അടച്ചോളാനായിട്ട് വാർഡിലേക്ക് വിവരം അറിയിക്കുന്നു. നെക്സ്റ്റ് സെറ്റിൽമെന്റ് ഓഫ് ബില്ല്. പേഷ്യൻസ് വന്ന് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ആളുകൾ റിലേറ്റീവ്സ് വന്ന് ബില്ല് സെറ്റിൽമെന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് അതിനുശേഷം എന്താണ്? അവര് കളക്ടിങ് ഡിസ്ചാർജ് മെഡിക്കേഷൻ. ഡിസ്ചാർജ് സമയത്ത് അവർക്ക് എഴുതി കൊടുത്തിരിക്കുന്ന മരുന്നുകള് കളക്ട് ചെയ്യുന്നു, ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കുന്നു. അതിനുശേഷം എന്താണ്? മെഡിക്കേഷനെ കുറിച്ച് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വിശദീകരിച്ച് കൊടുക്കുന്നു. എപ്പോഴൊക്കെയാണ് മെഡിസിൻ കഴിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവർക്ക് ഡിസ്ചാർജ് സമ്മറി നൽകുകയും ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്? അറേഞ്ച് ട്രാൻസ്പോർട്ടേഷൻ ഇഫ് നീഡഡ്. പേഷ്യൻസിന് എന്തെങ്കിലും ഗതാഗത സൗകര്യം ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് അതെല്ലാം പ്രൊവൈഡ് നൽകുന്നു. നെക്സ്റ്റ് ഡോക്യുമെന്റേഷൻ ഓഫ് ഡിസ്ചാർജ് ആൻഡ് റിമൂവ് പേഷ്യൻസ് ഫ്രം ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റലിലെ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് ഡിസ്ചാർജിനെ കുറിച്ചുള്ള രേഖകള് വിവരങ്ങള് എഴുതുകയും പിന്നെന്താണ്? പേഷ്യൻസിനെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിമൂവ് ചെയ്യും. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു. ക്ലിയർ ആയത്? ഓക്കെ. ഡിസ്ചാർജ് സമ്മറി എന്താണ്? ഡിസ്ചാർജ് ആരാണ് അത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്? ഡിസ്ചാർജ് സമ്മറി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഡിസ്ചാർജ് സമ്മറി ഡോക്ടർ അവരെ കൺസൾട്ട് ചെയ്യുന്ന അല്ലെ, അവരെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന ഡോക്ടർ എന്താണ് ഡിസ്ചാർജ് സമയത്ത് എഴുതി കൊടുക്കുന്ന അല്ലെ ഒരു ക്ലിനിക്കൽ റിപ്പോർട്ടാണ് അല്ലെ. അതെന്തിനായിരിക്കും ഇവർക്ക് കൂടുതലായി ഉപകരിക്കുക? പേഷ്യൻസിന് എന്തിനായിരിക്കും കൂടുതൽ അത് ഉപകരിക്കുക? ഫോളോ അപ്പിന് അല്ലെ. ഇപ്പൊ അവരെ ഡിസ്ചാർജ് ചെയ്ത് അവർക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ട് പുതിയ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ എന്താണ് ഈ ഡിസ്ചാർജ് സമ്മറി നോക്കിക്കഴിഞ്ഞാല് അവരുടെ രോഗവിവരങ്ങള് അവർക്ക് എന്തെങ്കിലും മെഡിസിൻ കൊടുത്തിട്ട് ഏതൊക്കെ മെഡിസിനുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ, ഒരു എമർജൻസി സിറ്റുവേഷൻ അവർക്ക് വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ എന്തിലുണ്ടായിരിക്കും? ഡിസ്ചാർജ് സമ്മറിയിൽ ഉണ്ടായിരിക്കും അല്ലേ? ആണോ? നെക്സ്റ്റ് ഫോളോ അപ്പ് ഡേ ഉണ്ടായിരിക്കും. വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും? ഡയഗ്നോസിസ് ഉണ്ടായിരിക്കും. മെഡിസിനുകളുടെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലെ. ലാബ് റിപ്പോർട്ടുകളുടെ ടെസ്റ്റ് റിസൾട്ടുകൾ ഉണ്ടായിരിക്കും. മെഡിസിനുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, നോക്കാം നമുക്ക്. ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്ന് ഉണ്ടായിരിക്കും അല്ലെ. ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പൊ നോക്കേ, എ ഡിസ്ചാർജ് സമ്മറി ഈസ് എ ക്ലിനിക്കൽ റിപ്പോർട്ട്. ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത് ഒരു പേഷ്യൻസിന്റെ ക്ലിനിക്കൽ റിപ്പോർട്ടാണ്. പ്രിപ്പയർഡ് ബൈ എ ഹെൽത്ത് പ്രൊഫഷണൽ. ഇത് ആരാണ് തയ്യാറാക്കുന്നത്? ഹെൽത്ത് പ്രൊഫഷണൽ അല്ലെ. അവരെ കൺസൾട്ട് ചെയ്യുന്ന, അവരെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന ഡോക്ടർ ആയിരിക്കും അത് തയ്യാറാക്കുന്നത്. അതല്ലെങ്കിൽ ഇപ്പൊ ഒരു ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത് ആൻജിയോഗ്രാം ചെയ്താൽ അതാരാണ് അതിന്റെ റിസൾട്ട് തയ്യാറാക്കുന്നത്? അത് ചെയ്ത ആളല്ലേ, ചെയ്യുന്ന ഡോക്ടർ അല്ലേ, ആ പ്രൊസീജിയർ ചെയ്യുന്ന ഡോക്ടർ അല്ലേ. അപ്പൊ കാർഡിയോളജിസ്റ്റ്. ഈ പേഷ്യൻസിനെ ആരാണോ അവിടെ അഡ്മിറ്റ് ആക്കിയത് ആ ഡോക്ടർ ആയിരിക്കും ഈ ക്ലിനിക്കൽ റിപ്പോർട്ട് ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കുന്നത്. ഇതെന്താണ്? അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് ഹോസ്പിറ്റൽ സ്റ്റേ. ഹോസ്പിറ്റലില് അവരെ അഡ്മിറ്റ് ആക്കിയതിന്റെ ഒരു കൺക്ലൂഷൻ അല്ലെ, ഒരു ഉപസംഹാരമാണ് അല്ലെ. അവർക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടുണ്ട്, അവർക്ക് ഏതൊക്കെ മെഡിസിനുകൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് എന്താണ് അല്ലെ, അതൊക്കെ അല്ലേ ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുന്നത്. കൺക്ലൂഷൻ ഓഫ് എ ഹോസ്പിറ്റൽ സ്റ്റേ. ഹോസ്പിറ്റൽ സ്റ്റേയുടെ ഒരു കൺക്ലൂഷൻ, ഒരു ഉപസംഹാരമാണ്
Discharge summary. It is often the primary mode of communication between the hospital care team and the aftercare providers. എന്താണ് ഇപ്പൊ അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി ഇപ്പൊ ആ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ ടീമും ആഫ്റ്റർ കെയർ അല്ലെ പിന്നീട് ഇവർക്ക് പരിചരണം കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഹോസ്പിറ്റലുകാരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെ ആശയവിനിമയം അല്ലേ? ആണോ? ആണ്. അപ്പൊ ഇവരെ ഈ പേഷ്യൻസിനെ ഇപ്പൊ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ ടീമും പിന്നീട് ഇവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ് ഹെൽത്ത് കെയർ ടീമും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഡിസ്ചാർജ് സമ്മറി. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ഡിസ്ചാർജ് സമ്മറി ഷാൽ ഇൻക്ലൂഡ്. ഡിസ്ചാർജ് സമ്മറിയിലെ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ദ റീസൺ ഫോർ അഡ്മിഷൻ അല്ലെ, എന്ത് കാരണം കൊണ്ടാണ്, എന്ത് ബുദ്ധിമുട്ട് കൊണ്ടാണ് പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കിയത്? സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് അല്ലെ, എന്തൊക്കെ കാര്യങ്ങള് ഹോസ്പിറ്റലുകാരെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ടെസ്റ്റുകൾ ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? ഡയഗ്നോസിസ് അല്ലെ, രോഗനിർണയം, എന്ത് രോഗമാണ്? ആൻഡ് പേഷ്യൻസ് കണ്ടീഷൻ അറ്റ് ഡിസ്ചാർജ്. പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. നെക്സ്റ്റ്, ദ ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് അല്ലെ, ലാബ് റിസൾട്ടുകള് ഒക്കെ ഉണ്ടായിരിക്കില്ലേ? എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റുകളോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം ടെസ്റ്റ് റിസൾട്ടുകള് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ്, ദ മെഡിക്കേഷൻ ഗിവൺ ആൻഡ് ദ പ്രൊസീജിയർ. ഏതൊക്കെ മെഡിക്കേഷൻസ്, ഏതൊക്കെ മരുന്നുകൾ രോഗിക്ക് നൽകിയിട്ടുണ്ട്, കൂടാതെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങള്, എൻഡോസ്കോപ്പിയോ കൊളോണോസ്കോപ്പിയോ അങ്ങനെ എന്തെങ്കിലും ആൻജിയോഗ്രാമോ അങ്ങനെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഇവർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എന്തായിരിക്കും അല്ലെ? ഇപ്പൊ മിക്ക ഹോസ്പിറ്റലുകളിലും ഈ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ MRI സ്കാൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CD കിട്ടാറുണ്ട്. ഒരു എക്സ്ട്രാ ഒരു ഫീ അവർക്ക് നമ്മൾ അടച്ചു കഴിഞ്ഞാല് നമുക്ക് തരാറുണ്ടോ? കണ്ടിട്ടുണ്ടോ? CD പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്, പിന്നീട് ഇവർക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അല്ലെ, ട്രീറ്റ്മെന്റ് ചെയ്യുന്ന രണ്ടാമത് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടർക്ക് ഈ CD നോക്കിക്കഴിഞ്ഞാൽ അല്ലെ വിവരങ്ങൾ അറിയാൻ പറ്റില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻഫോർമേഷൻ ഡീറ്റെയിൽസും ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഫോളോ അപ്പ് അഡ്വൈസ്, ഫോളോ അപ്പ് ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരണം അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് വരണം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ്, medications and other instructions and how to obtain urgent care in an understandable manner. ഇവർക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരെയാണ്, ഇപ്പൊ ഈ ബ്ലോക്ക് വന്നവർക്ക് അതല്ലെങ്കിൽ ഈ അറ്റാക്ക് ഒക്കെ വന്ന പേഷ്യൻസിനില്ലേ, അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും കുഴച്ചിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോ നാക്കിന്റെ അടിയിലിടാൻ ഗുളികകളുണ്ട്, അറിയാത്? പെട്ടെന്ന് വേർക്കുക, നെഞ്ചിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാം, കേട്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും അവർക്ക് എമർജൻസി ഒരു അർജന്റ് കെയർ വരുമ്പോ അവർക്ക് എന്തെങ്കിലും ഒരു മെഡിക്കേഷൻസ് കൊടുക്കണം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശം, എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആയോ? അത് ഇതെല്ലാം ക്ലിയർ ആണോ? തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്ചാർജ് പ്രോസസ്. ഓക്കെ, അപ്പൊ
നമ്മുടെ ഡിസ്ചാർജ് പ്രോസസ് എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. ആ ചാപ്റ്റർ പോലെ തന്നെ ഒരു ഡിസാസ്റ്റർ ഒരു ചാപ്റ്റർ തന്നെയാണ്, ആ ചാപ്റ്ററിന്റെ നെയിം പോലെ തന്നെ. അപ്പൊ എല്ലാവരും കറക്റ്റ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം, ശ്രദ്ധിക്കാം. എന്നിട്ട് മിസ് പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളിലായിരുന്നു കിടന്നത്. പിന്നെ എക്സാം ബോർഡിന്റെ നിർദ്ദേശപ്രകാരം കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഡിസ്ചാർജ് പ്രോസസ്സ് 3rd മൊഡ്യൂളിലാണ് വരുന്നത്. ഓക്കെ ആയോ? നിങ്ങൾക്ക് ഫസ്റ്റിന്റെയും സെക്കൻഡിന്റെയും എക്സാം കഴിഞ്ഞില്ലേ? മോഡൽ എക്സാം കഴിഞ്ഞില്ലേ? അതിന്റെ ഡിസ്ചാർജ് പ്രോസസ് ഉണ്ടായിരുന്നോ? അപ്പൊ 3rd മൊഡ്യൂളിലാണ് കേട്ടോ ഡിസ്ചാർജ് പ്രോസസ് വരുന്നത്. അപ്പൊ മിസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ള ചാപ്റ്റർ പരമാവധി നിങ്ങൾക്ക് സിമ്പിൾ ആയി പറഞ്ഞു തരാം. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ മിസ്സിനോട് അപ്പൊ തന്നെ ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂൾ എക്സാമിൽ ഉണ്ടായില്ലല്ലോ, ടെക്സ്റ്റിലല്ലേ കിടക്കുന്നേ. ഓക്കെ, പരമാവധി നിങ്ങളും കൂടി സഹകരിക്കാട്ടോ ചാപ്റ്റർ. എന്നുവെച്ചാൽ മിസ് ചോദിക്കുമ്പോ അതിന് മറുപടി പറയാം നിങ്ങൾ മെസ്സേജ് ത്രൂ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും കേട്ടാ. ഓക്കെ അല്ലേ എല്ലാവരും? ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുരന്തം അല്ലേ? ദുരന്തങ്ങൾ, ഏതൊക്കെ ദുരന്തങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഫ്ലഡ്, ഓരോരുത്തരായിട്ട് പറഞ്ഞോ. സുനാമി, പിന്നെ അടുത്ത് നമ്മൾ കേട്ടു അല്ലെ, വയനാട്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, വയനാട് ദുരന്തം അല്ലേ? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മാത്രമുള്ളോ? ആണോ? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മാത്രമുള്ളോ? കൊറോണ. ഓക്കെ, ആണോ? ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഫ്ലഡ്, എർത്ത്ക്വേക്ക്, സുനാമി, ഓക്കെ, നിപ്പ വൈറസ്, കെമിക്കൽ, കമ്മ്യൂണിക്കബിൾ, മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. ഓക്കെ, വാറുണ്ട്. പിന്നെ എന്താണ്? ട്രെയിൻ ആക്സിഡന്റ് ഉണ്ട് അല്ലെ? ട്രെയിൻ ആക്സിഡന്റ് നടന്ന എന്താണ്? ദുരന്തല്ലേ? ഓട്ടോമൊബൈൽ ആക്സിഡന്റുകൾ അല്ലെ? വാഹനാപകടം, വലിയ വലിയ വാഹനാപകടങ്ങള്. പിന്നെ എന്താണ്? എയ്റോപ്ലെയിൻ ആക്സിഡന്റ് അല്ലേ? ഫയർ, ഫ്ലൈറ്റ്, ഓക്കെ, ഫയർ അല്ലെ? തീപിടുത്തം ദുരന്തമാണോ? മെഡിക്കൽ ഗ്യാസ് ലീക്ക് അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ എന്താണ് നടക്കുന്നത്? എന്തിനൊക്കെ കാരണമാകുന്നുണ്ട് ദുരന്തങ്ങള്? ഡെത്ത് അല്ലെ? ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്സ്, ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ? ഇഞ്ചുറി പറ്റുന്നുണ്ട് അല്ലെ? പിന്നെ എന്താണ്? നാശങ്ങൾ വരുത്തുന്നുണ്ടോ? നാശങ്ങള്, ഇക്കണോമിക് ലോസുകൾ വരുന്നുണ്ട് അല്ലെ? നാശങ്ങള്, വീടുകൾ നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ? ഭൂമിക്ക് അല്ലെ ഒരുപാട് നാശങ്ങൾ വരുന്നുണ്ട് അല്ലെ? ഇപ്പൊ വയനാട് ദുരന്തം നടന്ന് അവിടെ എത്രത്തോളം വീടുകൾ ഉണ്ട്. ഇപ്പൊ ആ പ്രദേശം എങ്ങനെയാണ് നടക്കുന്നത്? ഒരു തരിശു പോലെ അല്ലെ? ബിസിനസ്സുകൾക്ക് നാശങ്ങൾ വരുത്തുന്നുണ്ട് ഇല്ലേ? ആണോ?
അപ്പൊ എന്താണ്? നാശം വരുത്തുന്നുണ്ട് അല്ലെ. പിന്നെ എന്താണ്? പാരിസ്ഥിതിക വിഘ്നം അല്ലെ. പരിസ്ഥിതിക്ക് നാശങ്ങൾ വരുത്തുന്നില്ലേ? നമുക്ക് മാത്രമാണോ? മനുഷ്യർക്ക് മാത്രമാണോ? പാരിസ്ഥിതിക വിഘ്നങ്ങള്, തടസ്സങ്ങള് വരുത്തുന്നുണ്ട്. പിന്നെ എന്താണ്? ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ് അല്ലെ. ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ. പിന്നെ എന്താണ്? ആരോഗ്യപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാറുണ്ടോ? തകർച്ച വരാറുണ്ടോ? അപജയങ്ങള്, ഇമോഷണലി സ്ട്രെസ്. ഓക്കെ, ആരോഗ്യപരമായ ഇല്ലേ. അപ്പൊ ഹെൽത്ത് സർവീസസ് എന്താണ്? ഡിറ്റീരിയോഷൻ അല്ലെ. ഡിറ്റീരിയോറേഷൻ എന്താണ്? ആരോഗ്യപരമായ അപജയങ്ങൾ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഒരു കമ്മ്യൂണിറ്റി, ഇപ്പൊ ഒരു ഭാഗത്ത് ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ളവർ മാത്രമാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പൊ വയനാട് ദുരന്തം സംഭവിച്ചു, അവിടെയുള്ളവർ മാത്രമാണോ റെസ്പോണ്ട് ചെയ്തത്? അല്ല അല്ലെ. ഇപ്പൊ എത്ര സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി രക്ഷാപ്രവർത്തനങ്ങൾക്ക് അല്ലെ, അവർക്ക് ഭക്ഷണങ്ങൾ നൽകാൻ, അവർക്ക് ഡ്രസ്സുകൾ ധരിക്കാൻ അല്ലെ, ഡ്രസ്സുകൾ നൽകാനൊക്കെ ചെന്നോ? അപ്പൊ എന്താണ്? ആ ബാധിത സമൂഹത്തിനോ അതല്ലെങ്കിൽ ആ പ്രദേശത്തിന് ചുറ്റുമുള്ള പുറത്തുനിന്നുള്ള ആളുകളുടെ അസാധാരണമായ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന ഏത് സംഭവത്തെയും നമുക്ക് എന്ത് പറയാം? ഡിസാസ്റ്റർ എന്ന് പറയാം അല്ലെ. ദുരന്തം എന്ന് പറയാം. ക്ലിയർ ആയോ? ഡിസാസ്റ്റർ എന്താണെന്ന്? നാശം അല്ലെ. നാശങ്ങൾ വരുത്തുക, പാരിസ്ഥിതിക വിഘ്നങ്ങളെ വരുത്തുക, പിന്നെന്താണ്? മനുഷ്യജീവന് നഷ്ടം സംഭവിക്കുക, ആരോഗ്യ സേവനങ്ങൾക്ക് എന്താണ്? തകർച്ച സംഭവിക്കുക അല്ലെ, അപജയം സംഭവിക്കുക. പിന്നെന്താണ്? അത് ദുരന്തം അല്ലെങ്കിൽ ആ ഒരു നഷ്ടം സംഭവിച്ച സമൂഹത്തിനെയോ അതല്ലെങ്കിൽ എന്താണ് അതിന് പുറത്തു നിന്നുമുള്ള ആളുകളുടെ അസാധാരണമായ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന ഏതൊരു സംഭവത്തെയും നമുക്ക് എന്ത് പറയാം? ഡിസാസ്റ്റർ എന്ന് പറയാം അല്ലെ. ഒരു കലാപം നടക്കാൻ, ആ കലാപം നടന്നു കഴിഞ്ഞാല് അവിടെയുള്ള ആളുകൾ മാത്രമാണോ പ്രതികരിക്കുക? റിയോട്സുകൾ ആണോ? അല്ല അല്ലേ. എല്ലാവരും പ്രതികരിക്കുമല്ലോ. ആണോ? അപ്പൊ അതിനൊക്കെ എന്ത് പറയാം? നമുക്ക് ദുരന്തം എന്ന് പറയാം അല്ലെ. ഇപ്പൊ ഇസ്രായേലും ഗസയും തമ്മില് യുദ്ധം നടക്കുകയാണ്. അത് അവര് മാത്രാണോ? പുറത്തു നിന്ന് അല്ലെ, മറ്റുള്ള നേഷൻസിൽ നിന്നുള്ള ഇതുകളല്ലേ, പ്രതികരണല്ലേ, റെസ്പോൺസ് ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ അതെന്താണ്? നമുക്ക് എന്ത് പറയാം? അതൊരു ദുരന്തമാണല്ലേ. അതിപ്പോ നമ്മ പറഞ്ഞത് എന്താണ്? നാശം, പാരിസ്ഥിതിക വിഘ്നം, എക്കോളജിക്കൽ ഡിസ്ട്രക്ഷൻ, മനുഷ്യജീവന്റെ നഷ്ടം, ആരോഗ്യ സേവനങ്ങളുടെ സ്കെയിലിൽ അതായത് എന്തെങ്കിലും അപജയങ്ങൾ സംഭവിക്കുക, ബാധിത സമൂഹത്തിനോ അല്ലെങ്കിൽ ആ പ്രദേശത്തിനോ പുറത്തു നിന്നുള്ള അസാധാരണമായ പ്രതികരണം ഉറപ്പാക്കാൻ പര്യാപ്തമായ കാരണമായ ഏതൊരു സംഭവത്തെയും നമ്മൾ എന്ത് പറയുന്നു? ഡിസാസ്റ്റർ എന്ന് പറയുന്നു, ഒരു ദുരന്തം എന്ന് പറയുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഒരു കൺക്ലൂഷൻ ആയി പറഞ്ഞു തന്നുള്ളൂ അല്ലെ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിസാസ്റ്ററിനെ പറ്റി പറയുന്ന ഒരു ഡെഫിനീഷൻ ആണ് ഇപ്പൊ നമ്മ പറഞ്ഞത്. ഓക്കെ ആയോ? ഇപ്പൊ ഡിസാസ്റ്റർ, ദുരന്തങ്ങൾ ഇപ്പൊ നിലവിൽ വന്നതാണോ? ഇപ്പൊ 1-2 വർഷം കൊണ്ട് പൊട്ടിപ്പുറപ്പെട്ടതാണോ? അല്ല അല്ലെ. എന്താണ്? മനുഷ്യജീവന്റെ അല്ലെ, മനുഷ്യരാശിയുടെ ചരിത്രം മുതൽ അല്ലെ ദുരന്തങ്ങളില്ലേ, വാറുകളല്ലേ, യുദ്ധങ്ങള്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എങ്ങനെയാണ്? കേട്ടിട്ടില്ലേ?
മനുഷ്യരാശിയുടെ ചരിത്രം മുതൽ എന്താണ് പ്രളയങ്ങള് പണ്ട് ഉള്ള വയസ്സായ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? പ്രളയം വന്നതിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? വലിയൊരു പ്രളയം വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ എന്താണ് പ്രളയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു നമ്മളെ മാത്രമാണോ ഈ ദുരന്തങ്ങൾ ബാധിക്കുന്നത്? എല്ലാ രാഷ്ട്രങ്ങളെയും ബാധിക്കുന്നുണ്ട് അല്ലെ? ഇനി മിസ് തുടങ്ങാം കേട്ടോ. ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Chapter 7, Disaster Management. Disaster have been in existence ever since the history of mankind. ഇപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ എന്താണ് മനുഷ്യരാശിയുടെ ചരിത്രം മുതൽ എന്താണ് ദുരന്തങ്ങൾ നിലവിലുണ്ട് അല്ലെ? വാറുകള്, പ്രളയങ്ങള്, കലാപങ്ങള് അല്ലെ? ആ മനുഷ്യരാശിയുടെ ചരിത്രം മുതൽ ദുരന്തങ്ങൾ നിലവിലുണ്ട്. And have molded the destiny of the earth and its population. ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അവിടെയുള്ള ഭൂമി എർത്തിന് എന്ത് ചെയ്യും? അതിനനുസരിച്ച് അല്ലെ, ആ വിധിക്ക് അനുസരിച്ച് മോൾഡ് ചെയ്തെടുക്കും അല്ലെ, വാർത്തെടുക്കും അല്ലെ? അങ്ങനെയാണോ? ഇപ്പൊ നമുക്ക് ഫ്ലഡ് വന്നു അല്ലെ, പിന്നെ ആ ഭൂപ്രകൃതി, ആ പരിസ്ഥിതി, അതല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആളുകൾ എന്ത് ചെയ്ത് അതിനനുസരിച്ച് മോൾഡ് ചെയ്തെടുക്കാണ് അല്ലെ, വാർത്തെടുക്കുന്നു. ക്ലിയർ ആയോ? ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആ പ്രദേശത്തുള്ള ആളുകളെയും അവിടുത്തെ ഭൂമിയെയും ആ വിധിക്കനുസൃതമായി വാർത്തെടുക്കുന്നു. നെക്സ്റ്റ്, the disaster event affect every community and no community is free from it. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ, സമൂഹത്തെ മാറ്റി നിർത്തുന്നുണ്ടോ? ഇത് വലിയ കുട്ടികളാണ് അല്ലെങ്കിൽ ഇത് കുഞ്ഞു കുട്ടികളാണ്, ഇത് പ്രായമായവരാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നുണ്ടോ? ഇല്ല അല്ലെ? എല്ലാവരെയും എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, ഒരേപോലെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഡിസാസ്റ്റർ ഇവൻ എഫക്ട്സ് എവരി കമ്മ്യൂണിറ്റി. ഡിസാസ്റ്റർ എഫക്ട് എല്ലാ സമൂഹത്തെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട്. The disaster may be the second major human problem after war. യുദ്ധം കഴിഞ്ഞാല് ഹ്യൂമൻസിനെ, മനുഷ്യനെ എഫക്ട് ചെയ്യുന്ന ഒരു മേജർ പ്രോബ്ലം എന്താണ്? ഒരു വലിയ പ്രശ്നമാണ് ഡിസാസ്റ്റർ, ദുരന്തങ്ങൾ അല്ലേ? ഇപ്പൊ നമുക്ക് ഫ്ലഡ് വന്നു അല്ലെ, ഫ്ലഡ് വന്നു, ഒന്ന് റിക്കവർ ആയില്ലേ, ഒന്ന് എല്ലാവരും ഒന്ന് നട നിവർത്തി കഴിഞ്ഞപ്പോ അടുത്ത പ്രശ്നം വന്നു. എന്താണ് അടുത്ത പ്രശ്നം? അടുത്ത പ്രശ്നം എന്താ വന്നേ? കൊറോണ വന്നു അല്ലേ? അതിനുശേഷം അല്ലേ ചൂരൽമല, വയനാട് ദുരന്തം വന്നത്. ഓക്കെ, എന്താണ്? യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാല് മനുഷ്യനെ എഫക്ട് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലമാണ് ഡിസാസ്റ്റേഴ്സ്. In respect of monetary damage and the number of people killed or affected. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? മോണിറ്ററി ഡാമേജ് അല്ലെ, ധനപരമായ നഷ്ടങ്ങൾ വരുത്തുന്നില്ലേ? ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെടുന്നു അല്ലെ, താമസം നഷ്ടപ്പെടുന്നു അല്ലെ, അവരെ സമ്പത്ത് ഒലിച്ചു പോകുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നു ഇല്ലേ? കൂടാതെ അവരെന്താണ്? മരണപ്പെടുന്നുണ്ട് അല്ലെ, കുറെ പേർക്ക് മരണം സംഭവിക്കുന്നുണ്ട്, അവരെ കില്ല് ചെയ്യുന്നുണ്ട് അല്ലെ ഡിസാസ്റ്റേഴ്സ്. കൂടാതെ എന്താണ്? എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, സൈക്കോളജിക്കലി ആയിട്ടും ഫിസിക്കലി ആയിട്ടും ആളുകളെ എഫക്ട് ചെയ്യുന്നില്ലേ ഡിസാസ്റ്റേഴ്സ്? ഇല്ല. എന്താണ്? ഇൻ റെസ്പെക്ട് ഓഫ് മോണിറ്ററി ഡാമേജ് ആൻഡ് ദ നമ്പർ ഓഫ് പീപ്പിൾ കിൽഡ് ആൻഡ് എഫക്റ്റഡ്. ഒരുപാട് ആളുകൾ എന്താണ്? മരണം സംഭവിക്കുകയും അവർക്ക് സാമ്പത്തികമായ നഷ്ടങ്ങളും പിന്നെന്താണ്? എഫക്റ്റഡ് എന്ന് വെച്ചാൽ ബാധിക്കുക. എന്താണ്? അവരെ സൈക്കോളജിക്കലി, മാനസികമായി അവരെ ബാധിക്കുന്നുണ്ട്, ഫിസിക്കലി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അല്ലെ? Millions of people fall victim annually by natural disaster as result in number of death, suffering and economic losses. എന്താണ്? മില്യൺസ് ഓഫ് പീപ്പിൾ, ഒരുപാട് ആളുകൾ എന്തുണ്ട്? ആനുവലി, ഓരോ വർഷവും ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന് വിക്ടിമുകളാവുകയാണ് അല്ലേ, സാക്ഷികളാവുന്നുണ്ട് ഇല്ലേ? നമ്മുടെ നാട്ടിൽ മാത്രമാണോ ഡിസാസ്റ്റർ വരുന്നത്? ആണോ? സൈക്ലോൺ അല്ലേ?
കേട്ടിട്ടുണ്ടോ? ഒറീസയിലൊക്കെ വീശുന്ന സൈക്ലോൺ അല്ലേ? എന്തൊക്കെ അപകടങ്ങളാണ് അല്ലെ? ബോംബ് അല്ലെ? ബോംബ് ആക്സിഡന്റുകള്. മില്യൺസ് ഓഫ് പീപ്പിൾ, ഒരുപാട് മില്യൺസ് ആളുകൾക്ക് എന്താണ് ഓരോ വർഷവും ഈ ഡിസാസ്റ്റേഴ്സ് കൊണ്ട് നാശങ്ങള് ഉണ്ടാവുന്നുണ്ട്. റിസൾട്ട്, ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഡെത്ത് അല്ലെ? ഒരുപാട് ആളുകള് മരണപ്പെടുന്നു. സഫറിങ് ആൻഡ് എക്കണോമിക്കൽ ലോസ് അല്ലെ? ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നില്ലേ? ഇപ്പൊ ഗസ്റ്റ് ഒന്ന് എടുത്തു നോക്കി, അവിടുത്തെ ആളുകൾ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് അല്ലെ? എൻവിയോൺ പൊല്യൂഷൻ ഇൻ ഡൽഹി. ഓക്കെ, അവർക്ക് ചിലപ്പോ ചില നാട്ടുകളില് ഇങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ട് അവർക്ക് ഭക്ഷണത്തിന് അല്ലെ ഭക്ഷണം ലഭിക്കുക. സൊമാലിയയിലുള്ള കുട്ടികളെ കുട്ടികളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? വീഡിയോസ് കാണാറുണ്ട് അല്ലെ? പിക്ചേഴ്സ് കാണാറുണ്ട്. കണ്ടിട്ടുണ്ടോ? സൊമാലിയ, ഗസ. ഓക്കെ, സൊമാലിയയിലെ കുട്ടികൾക്ക് എന്താണ്? ഭക്ഷണം പോലും ഇല്ല അല്ലെ? അവരവസ്ഥ കണ്ടിട്ടില്ലേ നിങ്ങൾ? അപ്പൊ അവിടെ എന്താണ്? സഫറിങ് ആൻഡ് എക്കണോമിക് ലോസുകൾ അല്ലെ? അവർക്ക് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. എക്കണോമിക് ലോസ്, സാമ്പത്തികപരമായ ലോസസ് സംഭവിക്കുന്നുണ്ട്. മാൽന്യൂട്രീഷൻ, അവർക്ക് ഫുഡുകളില്ല. അവിടെ 5 വർഷമൊക്കെ കൂടുമ്പോഴാണ് മഴ പെയ്യുന്നത്. അപ്പൊ അവർക്ക് എത്രത്തോളം അവർക്ക് വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അല്ലേ? ആണോ? അതിനെ കുറിച്ചൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അവർ ബുദ്ധിമുട്ട് എന്താണ് അല്ലേ? ഓക്കെ. And the poorest countries are most affected by disaster economically and socially. ഒരു poorest countries, ഇപ്പൊ നമ്മ എന്താണ് കേരളത്തില് നമുക്കിപ്പോ എന്താണ് ഫ്ലഡ് വന്നു, അതിനുശേഷം കൊറോണ വന്നു, നമ്മ എന്താണ് അതിജീവിച്ചു വരികയാണ് അല്ലെ? ഒരുപാട് പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ സഹായിച്ചും ഗവൺമെന്റ് സഹായിച്ചും ഇല്ലേ? നമുക്ക് കുറെയൊക്കെ തരണം ചെയ്തു വന്നില്ലേ? വന്നോ? വന്നു. പക്ഷെ പൂവറസ്റ്റ് കൺട്രീസ്, പാവപ്പെട്ട രാഷ്ട്രങ്ങളിൽ എന്താണ് അവരെ ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട്. എന്താണ്? എക്കണോമിക്കലി, സാമ്പത്തികമായും സാമൂഹികമായും അവരെന്താണ് ഒരുപാട് രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ ആണ്, നിങ്ങൾ പറയാം. മിസ് എന്നിട്ട് അത് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞുതരാം. എന്തെങ്കിലും ഒരു മാനേജ്മെന്റ്, ഇപ്പൊ ഒരു സ്കൂൾ മാനേജ്മെന്റ് കേട്ടിട്ടില്ലേ? സ്കൂളുകളിലുള്ള മാനേജ്മെന്റ്, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമുമായി, ഇപ്പൊ എന്തൊരു ക്രിസ്മസ് സെലിബ്രേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികൾ വെക്കുകയാണ്. അപ്പൊ അതിനൊരു മാനേജ്മെന്റ് നിർമ്മിച്ചിട്ടുണ്ടോ? ഇല്ലേ? മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ടാവില്ലേ? ഉണ്ട്. എന്തായിരിക്കും അവരുടെ പ്രവർത്തനം? എന്തായിരിക്കും അവർ ചെയ്യേണ്ട പ്രവർത്തനം? ഫങ്ഷൻസ് എന്താണ് അവരുടെ? പ്ലാൻ ചെയ്യും. എന്തിനു വേണ്ടിയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്? അറേഞ്ച് ചെയ്യും. എന്തിനു വേണ്ടിയാണ് അവർ അങ്ങനെ പ്ലാൻ ചെയ്യുന്നത്? അവർ അറേഞ്ച് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? കോർഡിനേറ്റ് ചെയ്യും. ഓക്കെ, പ്രോഗ്രാമുകൾ എങ്ങനെയാക്കാനാണ്? സക്സസ്ഫുൾ ആക്കാൻ അല്ലേ? ആണോ? സക്സസ്ഫുൾ ആക്കാനാണോ? സക്സസിന് വേണ്ടി. ഓക്കെ, അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്ത് വേണം? കാര്യക്ഷമമായി അല്ലേ? നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടല്ലേ അവര് കോർഡിനേറ്റ് ചെയ്യുന്നതും പ്ലാൻ ചെയ്യുന്നതൊക്കെ. അപ്പൊ അതാണ്. അപ്പൊ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിസാസ്റ്ററിന്റെ മാനേജ്മെന്റ് എന്തായിരിക്കും? ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ദുരന്തം. ഇപ്പൊ എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചു, അവരെന്തൊക്കെയാണ് അതിന് മാനേജ്മെന്റ് ചെയ്യേണ്ടത്? പ്രിക്കോഷൻസ്, മുൻകരുതൽ എടുക്കണം, കോർഡിനേറ്റ് ചെയ്യണം, അതിജീവിക്കണം അല്ലെ? റിക്കവർ ചെയ്യണം അല്ലെ? വീണ്ടെടുക്കണ്ടേ? റെസ്പോണ്ട് ചെയ്യണ്ടേ? മാനേജ് ചെയ്യാം. റെസ്പോണ്ട് ചെയ്യണം അല്ലെ? റെസ്പോണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു സ്ഥലത്ത് ഡിസാസ്റ്റർ, എന്തെങ്കിലും ഫ്ലഡ് സംഭവിച്ചു അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി, പ്രതികരണം എന്തായിരിക്കും? ആളുകൾ ചെന്ന് ഹെൽപ്പ് ചെയ്യൂ അല്ലെ? സൊല്യൂഷൻ കാണണം. ആളുകൾ ചെന്ന് ഹെൽപ്പ് ചെയ്യുമല്ലോ. കേട്ട് കഴിഞ്ഞാല് എന്താണ്? അവിടെയുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലെ എല്ലാവരും ചെന്ന് എന്ത് ചെയ്യും? റെസ്പോണ്ട് ചെയ്യും, പ്രതികരിക്കൂ അല്ലെ?
പിന്നെ എന്താ ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കുക, അവര് ആഫ്റ്റർ ഇഫക്ട്സ് കുറയ്ക്കോ? ആഫ്റ്റർ ഇഫക്ട്സ് കുറയ്ക്കോ? കുറയ്ക്കും. പിന്നെ എന്ത് ചെയ്യും? അവർക്ക് വേണ്ട എമർജൻസി സിറ്റുവേഷനില് അവരെന്താണ് മാനുഷിക മൂല്യങ്ങൾ അല്ലേ? ഇല്ലേ? അവർക്ക് മൂല്യങ്ങൾ മാനുഷിക മൂല്യങ്ങളൊക്കെ എന്താണ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് അവർക്ക് വേണ്ട എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും അല്ലെ? റിസോഴ്സുകൾ എത്തിച്ചു കൊടുക്കാറുണ്ടോ? അവർക്ക് വേണ്ട മെഡിസിനുകള് അല്ലേ, ഫുഡ്, ക്ലോത്തുകള്, പാർപ്പിട സൗകര്യങ്ങള് ഇല്ലേ, ഇതെല്ലാം ചെയ്തു കൊടുക്കില്ലേ? അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിനെയുമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇങ്ങനെ പറഞ്ഞു. മിസ് അതൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. മിസ് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞുതരാം. Disaster management can be defined as the organization and management of resources and responsibilities for dealing with all humanitarian aspects of the emergencies, in particular preparedness, response and recovery in order to reduce the after effects of disasters. എന്താണ്? ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിനുള്ള അല്ലെ, എഫക്റ്റ് ആഫ്റ്റർ എഫക്റ്റ് കുറയ്ക്കുന്നതിനുള്ള തയ്യാറെടുപ്പ്, പ്രതികരണം, റെസ്പോൺസ്, വീണ്ടെടുക്കൽ. നമുക്ക് വീണ്ടെടുക്കണം അല്ലെ? വേണ്ടേ? അത് വീണ്ടെടുക്കണ്ടേ? അപ്പൊ വീണ്ടെടുക്കൽ അടിയന്തര സാഹചര്യങ്ങളിൽ എമർജൻസി സിറ്റുവേഷനില് എന്താണ്? എല്ലാ മാനുഷിക വശങ്ങളും പരിഗണിച്ചുകൊണ്ട് എന്താണ് റിസോഴ്സുകൾ അവർക്ക് ലഭ്യമാക്കി കൊടുക്കൽ എന്നിവയുടെ ഉത്തരവാദിത്തങ്ങളുടെ ഓർഗനൈസേഷനെയും മാനേജ്മെന്റിനെയുമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആയോ? ഒന്നുകൂടെ പറയാം മിസ്. ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിനുള്ള തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ അടിയന്തര സാഹചര്യങ്ങളില് എല്ലാ മാനുഷിക വശങ്ങളും പരിഗണിച്ചുകൊണ്ട് അവർക്ക് വേണ്ട റിസോഴ്സുകൾ ലഭ്യമാക്കി കൊടുക്കൽ, ഉത്തരവാദിത്തങ്ങൾ ചെയ്യൽ എന്നിവയുടെ ഓർഗനൈസേഷനെയും മാനേജ്മെന്റിനെയുമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവരും? നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മിസ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് നിങ്ങൾ പറഞ്ഞത് തന്നെ മിസ് പറഞ്ഞില്ലേ? ഡിസാസ്റ്റർ ഡെഫിനിഷൻ, WHO ഡിസാസ്റ്ററിനെ പറ്റി ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഫസ്റ്റ് നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞില്ലേ? WHO defines disasters as any occurrence that causes damage. ഈ ഡിസ്ക്രിപ്ഷന്റെ മുമ്പ് ഇക്കോളജിക്കൽ എന്ന് ചേർക്കാട്ടാ. ഇക്കോളജിക്കൽ എക്കോളജിക്കൽ ഡിസ്ട്രക്ഷൻ, പാരിസ്ഥിതിക വിഘ്നങ്ങൾ വരിക. ലോസ് ഓഫ് ഹ്യൂമൻ ecological, ecological. Okay. Next, loss of human life. എന്താണ് ഹ്യൂമൻ ലൈഫ് അല്ലേ? മനുഷ്യജീവന്റെ നഷ്ടം സംഭവിക്കുന്നു. deterioration of health and health services on a scale. അത് കഴിഞ്ഞിട്ട് ഒരു കോമന്റ് on a scale. Next, sufficient to warrant an extraordinary response from outside the affected community or area. നേരത്തെ പറഞ്ഞത് തന്നെ നാശം സംഭവിക്കുക, പാരിസ്ഥിതിക വിഘ്നം, മനുഷ്യജീവന്റെ നഷ്ടം, ആരോഗ്യ സേവനങ്ങളുടെ അപജയം സംഭവിക്കുക, ബാധിത എന്തെങ്കിലും കാര്യങ്ങൾ എഫക്ട് ചെയ്ത ബാധിത സമൂഹത്തിനെയോ അല്ലെങ്കിൽ ആ പ്രദേശത്തിന് പുറത്തു നിന്നുമുള്ള ആളുകളുടെ അസാധാരണമായ പ്രതികരണത്തിന് കാരണമാകുന്ന ഏതൊരു സംഭവത്തെയും നമുക്ക് എന്ത് പറയാം? ഡിസാസ്റ്റർ എന്ന് പറയാം.
ഡിറ്റീരിയോറേഷൻ അല്ലെ, അപജയം, അപജയം. പരാജയം എന്നൊക്കെ പറയില്ലേ, അപജയം. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞതാണ്, ഇതിന്റെ ഇടയിലാണ് വന്നത്. മിസ് ആദ്യം നിങ്ങളെ കൊണ്ടൊക്കെ പറയിപ്പിച്ചതാണ്. നാശം സംഭവിക്കും. ഒരു ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ നാശങ്ങളാണല്ലേ സംഭവിക്കുന്നത്. എന്തെങ്കിലും ഗുണമുണ്ടോ അതുകൊണ്ട് നമുക്ക്? ഉണ്ടോ? പരിസ്ഥിതിക വിഘ്നങ്ങളല്ലേ നടക്കുന്നത്? പാരിസ്ഥിതിക വിഘ്നങ്ങളാണ് അല്ലേ? ഡിസ്ട്രപ്ഷൻ എന്ന വിഘ്നം, തടസ്സം, തടസ്സം, വിഘ്നം എന്നൊക്കെ പറയില്ലേ, തടസ്സമാണല്ലേ പാരിസ്ഥിതിക വിഘ്നം സംഭവിക്കുക. ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ് അല്ലേ, ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് അല്ലേ. ഹെൽത്ത് സർവീസുകൾക്ക് അപജയങ്ങൾ സംഭവിക്കുന്നില്ലേ? ആരോഗ്യ സേവനങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് എന്താണ് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ. അവരെ ഹെൽത്തി അവർക്ക് എഫക്ട് ചെയ്യുന്നുണ്ട്, സൈക്കോളജിക്കലി എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അംഗഭംഗങ്ങൾ വരുന്നുണ്ട് അല്ലെ, ആണോ? പിന്നെന്താണ് ബാധിത ഫ്ലഡ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ മാത്രമാണ് അത് തങ്ങി നിൽക്കുന്നത്, ആ ഒരു പ്രത്യേക അല്ല അല്ലെ. എന്താണ് അതിന് ചുറ്റുമുള്ളവരുടെ എന്താണ് അസാധാരണമായ പ്രതികരണം ഉണ്ടാകുന്നില്ലേ, റെസ്പോണ്ട് ഉണ്ടാകുന്നില്ലേ മറ്റുള്ളവരിൽ നിന്ന്. അപ്പൊ ഇങ്ങനെയുള്ള ഏതൊരു സംഭവത്തെയും നമുക്ക് എന്ത് പറയാം? ഡിസാസ്റ്റർ എന്ന് പറയാം. ക്ലിയർ ആയോ? ഇത് നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഡിസാസ്റ്റേഴ്സ്, രണ്ട് തരം ഡിസാസ്റ്റേഴ്സ് ആണ് ഉള്ളത്. എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സും ഇന്റേണൽ ഡിസാസ്റ്റേഴ്സും. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പുറമേ നടക്കുന്നത്, ഇന്റേണൽ എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ ഒരു റൂമിന്റെ 4 ചുവരുകൾക്കുള്ളിലൊക്കെ നടക്കില്ലേ, അതാണ് ഇന്റേണൽ ഡിസാസ്റ്റർ. ഇപ്പൊ ഫ്ലഡ് എങ്ങനെയാണ്? 4 ചുവരുകൾക്കുള്ളിലാണോ ഫ്ലഡ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ, സ്ഫോടനം നടക്കുന്നത്, സുനാമി നടക്കുന്നത് ആണോ? അല്ല അല്ലെ, പുറത്താണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അപകടങ്ങളെ, ദുരന്തങ്ങളെയാണ് എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നോക്കാം നമുക്ക് ട്ടോ. ഇവിടെ തന്നിട്ടുണ്ട് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ. ട്രെയിൻ ആക്സിഡന്റ് അല്ലെ. ട്രെയിൻ ആക്സിഡന്റ് എവിടെയാണ്? പാളത്തില്, പുറത്തല്ലേ. ട്രെയിനിന്റെ ഉള്ളിൽ മാത്രമാണോ? ആ ട്രെയിനിന്റെ ഉള്ളിൽ മാത്രമാണോ? അപ്പൊ ട്രെയിൻ ആക്സിഡന്റ്, ബോട്ട് ആക്സിഡന്റ്, കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡന്റ് അല്ലെ, സങ്കീർണമായ വാഹനാപകടങ്ങൾ അല്ലെ. നെക്സ്റ്റ് എക്സ്പ്ലോഷൻ, സ്ഫോടനം, ഫ്ലഡ്, വെള്ളപ്പൊക്കം, എയറോപ്ലെയിൻ ആക്സിഡന്റ് അല്ലെ, വിമാനാപകടങ്ങള്, ടോർണേഡോ, ചുഴലിക്കാറ്റ്, സൈക്ലോൺ പോലെയുള്ള ചുഴലിക്കാറ്റുകള്, സുനാമി, എർത്ത്, ഇതൊക്കെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ് അല്ലെ. എർത്ത് എന്താണ്? ടൊർണാഡോ, ചുഴലിക്കാറ്റ്, സുനാമി, എർത്ത്, ഭൂകമ്പങ്ങള്, മാൻമേഡ് ഡിസാസ്റ്റർ ലൈക്ക് റിയോട്സ്, എന്താണ്? മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾ. എന്താണ്? എന്തുപോലത്തെ കലാപങ്ങൾ അല്ലെ. അതൊക്കെ എന്താണ്? കലാപം ഉണ്ടായാൽ ഒരു വീട്ടിലുള്ളിൽ മാത്രമാണ് ആ കലാപം. റിയോട്സ് എന്ന് പറഞ്ഞാൽ കലാപങ്ങള്, കലാപം. ഒരു വീടിന്റെ ഉള്ളിൽ മാത്രമാണോ ആ കലാപം ഒതുങ്ങിക്കൂടാ? ആണോ? അല്ല അല്ലെ. എന്താണ്? ഒരു കമ്മ്യൂണിറ്റി, ഒരു പൊതുസമൂഹത്തെ തന്നെ അത് ബാധിക്കില്ലേ. അപ്പൊ അങ്ങനെയുള്ള ദുരന്തങ്ങളെയാണ് എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇന്റേണൽ ഡിസാസ്റ്റർ, ബോംബ് ത്രെഡ് എങ്ങനെയാണ്? ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ബോംബ് വെക്കുന്നു അല്ലെ, അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ ഉള്ളിൽ ബോംബ് വെക്കുന്നു. അപ്പൊ അതിന്റെ ഉള്ളിൽ മാത്രമല്ലേ? ആ സ്കൂളിന്റെ ഉള്ളിൽ ആണോ ബോംബ് ഭീഷണി? നെക്സ്റ്റ് ഫയർ, തീപിടുത്തം ഉണ്ടാവുക ഒരു റൂമിന്റെ ഉള്ളില് അല്ലെ, തീപിടുത്തം.
മെഡിക്കൽ ഗ്യാസ് ലീക്കേജ്. മെഡിക്കൽ ഗ്യാസ് ഓരോ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ മാത്രം അല്ലെ, പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ഗ്യാസ് ലീക്ക് വരിക, മെഡിക്കൽ ഗ്യാസ് ലീക്ക്. ഓക്കെ ആയോ? ഇന്റേണലും എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സും. ഓക്കെ ആയോ? നെക്സ്റ്റ് നമുക്ക് മേജർ ഡിസാസ്റ്റേഴ്സ്, മേജർ ആയിട്ടുള്ള കുറച്ച് ഡിസാസ്റ്റേഴ്സ്, ദുരന്തങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 4 ഡിസാസ്റ്റേഴ്സിന് മേജർ ആയിട്ടുള്ള മേജർ വലിയ ദുരന്തങ്ങൾ ഒരു 4 എണ്ണം പറഞ്ഞു തരുന്നുണ്ട്. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി കേട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി അല്ലെ, എവിടെയാണ് അത് നടന്നത്? എവിടെയാണ്, എന്നാണ് നടന്നത് അറിയോ? ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും? ഐഡിയ ഉണ്ടോ? ഭോപ്പാൽ വാതക ദുരന്തം ഇല്ല, 1984 ഡിസംബർ 1984 ഡിസംബർ 2-3 തീയതികളില് മധ്യപ്രദേശിലെ ഭോപ്പാലിലുള്ള യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കീടനാശിനി പ്ലാന്റിലുണ്ടായ ഒരു രാസ അപകടമാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. 1900 മീഥൈൽ ഐസോസൈനേറ്റ് എന്നുള്ള വാതകം അവിടെ എന്ത് വരുന്നത്? ലീക്കേജ് വരുന്നത്. എന്നിട്ട് അതിന് ചുറ്റുപാടുമുള്ള ആളുകൾ എന്ത് ചെയ്ത്? കെമിക്കൽ ആക്സിഡന്റ്, ഒരുപാട് ആളുകൾ അത് ബാധിച്ച് ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒരുപാട് ആളുകൾക്ക് കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുകയും ചെയ്തു. മീഥൈൽ ഐസോസൈനേറ്റ് എന്ന വാതകം ചോർച്ച ലീക്കേജ് സംഭവിച്ചിട്ട് ആ കീടനാശിനി പ്ലാന്റിന്റെ ചുറ്റുപാടുമുള്ള ആളുകൾ എന്ത് ചെയ്ത് എഫക്ട് ചെയ്ത്? ഇത് 2 ലക്ഷം ആളുകൾ എന്ത് പറ്റി? ഇത് എഫക്ട് ചെയ്തു, ബാധിക്കുകയും 3000 ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഓക്കെ ആയോ? ഇനി ചോദിച്ചാ പറയാ, ആരെങ്കിലും ചോദിച്ചാല് ഡേറ്റ് ഒക്കെ പറയോ? 1984 ഡിസംബർ 2-3 തീയതികളില് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നടന്ന ഒരു വാതക ദുരന്തമാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. അവിടെയുള്ള ഒരു യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കീടനാശിനി പ്ലാന്റില് എന്തുണ്ടായി? മീഥൈൽ ഐസോസൈനേറ്റ് വാതകം ലീക്കേജ് സംഭവിച്ചു. ഓക്കെ ആയോ? നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല കേട്ടോ, മിസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് കേട്ടോ ഇതിനെ കുറിച്ച്. 2 ലക്ഷം ആളുകൾ ഇത് എഫക്ട് ചെയ്തു, 3000 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. നെക്സ്റ്റ് സൈക്ലോൺ. സൈക്ലോൺ കേട്ടിട്ടില്ലേ? ചുഴലിക്കാറ്റ് പേപ്പറിലൊക്കെ കാണാറുള്ളത് സൈക്ലോൺ കേട്ടിട്ടുണ്ടോ? ആന്ധ്രാപ്രദേശിലും ഒറീസയിലും ഓരോ 2 വർഷം കൂടുമ്പോ ഇന്റർവെല്ലില് ഉണ്ടാവുന്ന ഒരു ചുഴലിക്കാറ്റാണ് സൈക്ലോൺ. എന്ത് ചെയ്യുന്നുണ്ട്? ക്ലൈമറ്റ് 25,000 ലീവ്സ്, 25,000 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് ഈ സൈക്ലോണിലൂടെ. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് എർത്ത് ക്യുക്ക്. ലാത്തൂർ ഇൻ മഹാരാഷ്ട്ര 1993 ലാത്തൂരിൽ ഉണ്ടായിരുന്ന എർത്ത് ക്യുക്ക് ഭൂകമ്പം അല്ലേ, അത് ഒരു മേജർ ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ആണ്. നെക്സ്റ്റ് സുനാമി. സുനാമി ആയിട്ടില്ലേ? ഡിസംബർ 26, 2004 നമ്മുടെ ദക്ഷിണേന്ത്യൻ തീരപ്രദേശങ്ങളിൽ ഉണ്ടായതാണ് സുനാമി. ഇത് എത്ര പേര് മരിച്ചുപോയി? 2004 ഡിസംബർ 26 തീയതി 10,273 പേര് മരിക്കുകയും 2,39,000 പേർക്ക് വീടുകൾ നഷ്ടപ്പെടുകയും 27 ലക്ഷം ആളുകൾ എന്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്? എഫക്ട് ചെയ്യുകയും ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെന്താണ്? സാമ്പത്തികപരമായിട്ടും വീടുകൾ നഷ്ടപ്പെട്ടും അല്ലെ, ആളുകള് ബന്ധുക്കൾ നഷ്ടപ്പെട്ടും അല്ലെ, അങ്ങനെ 27 ലക്ഷം പേരെ അത് എഫക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയോ?
ഓക്കെ, മിസ് എടുത്ത ഭാഗം എങ്ങനെയുണ്ട്? ക്ലിയർ ആണോ? ഇല്ല, ഡെത്ത് റേറ്റ് ഒന്നും ചോദിക്കില്ല കേട്ടാ. മേജർ ഡിസാസ്റ്റേഴ്സിന്റെ പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, സൈക്ലോണ്, എർത്ത്, സുനാമി, 4 മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടാ. ഓക്കെ, നെക്സ്റ്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ജസ്റ്റ് ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു. ആ ഡിസാസ്റ്റർ സംഭവിച്ച ഏരിയയുടെ അടുത്തുള്ള ഹോസ്പിറ്റലിന്റെ സ്ഥിതി എന്തായിരിക്കും? ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് ഫുൾ ആവും അല്ലെ? അവർക്ക് എന്താണ് ഫുൾ ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉള്ള നോർമൽ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉപയോഗിച്ചിട്ടുണ്ട്. അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒരുപാട് ആളുകൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും അല്ലേ? ആണോ? അവിടെ നോർമൽ കപ്പാസിറ്റി, ആ ഹോസ്പിറ്റലിന്റെ നോർമൽ കപ്പാസിറ്റി വെച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒരുപാട് പേർക്ക്, പറയാൻ പറ്റാത്ത ആളുകൾക്ക് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും? ഡോക്ടേഴ്സിന്റെ എണ്ണം അല്ലേ വരോ? എണ്ണത്തിൽ കുറവൊന്നും തോന്നോ? ഫെസിലിറ്റീസ് അല്ലേ? ഫെസിലിറ്റീസ്, റിസോഴ്സുകള്, ഡോക്ടേഴ്സ്, നഴ്സുമാരല്ലേ? റിസോഴ്സസ് മതിയാവോ? മെഡിസിനുകള്, റിസോഴ്സസ് മതിയാവില്ല അല്ലെ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ അവർക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, തരണം ചെയ്യാം എന്നതിനെ കുറിച്ച് അവർ എന്ത് തയ്യാറാക്കിയിട്ടുണ്ടാവും? ഡിസാസ്റ്റർ പ്ലാൻ അല്ലെ? എമർജൻസി പ്ലാനുകള് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പൊ നെക്സ്റ്റ് പറയുന്നത് ഈ ചാപ്റ്ററിൽ അതിനെ കുറിച്ചൊക്കെയാണ്. അങ്ങനെ പ്ലാനിങ്ങുകൾ ഉണ്ടായിരിക്കും. അതിനുവേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നെക്സ്റ്റ് ഒക്കെ അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പൊ മിസ് ഓക്കെ അല്ലേ എല്ലാവരും? മിസ് പറഞ്ഞാണ് ഈ ചാപ്റ്ററിൽ നെക്സ്റ്റ് വരുന്നത് എന്നാണ് കേട്ടോ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ മാറ്റി മിസ് എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you, Miss. Thank you, ma'am. Thank you.